കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം കർത്താവിൻ്റെ ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് മരണം എന്നുള്ള വിഷയത്തെ ആമുഖമായ ചില വിഷയങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് ആ വിഷയത്തിലേക്ക് തന്നെ നാം പ്രവേശിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും നാം ശ്രദ്ധിച്ച് വായിച്ചാൽ പലപ്പോഴും നാം പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. സൃഷ്ടിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, അതുപോലെ പല വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നവരാണ്. മനുഷ്യൻ പാപം ചെയ്തത് അല്ലെങ്കിൽ ചരിത്രപരമായ സംഭവങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് തിരുവെഴുത്തിലെ പ്രധാന വിഷയം, കേന്ദ്ര വിഷയം എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹവ്വ ദമ്പതിമാർ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലതകം. ആരാണ് ഈ സ്ത്രീയുടെ സന്തതി? ഈ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കാനുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് പിന്നീടുള്ള മനുഷ്യ ചരിത്രത്തിൻ്റെ പുരോഗമനം നാം കാണും. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കയീൻ ഹാബേലും ദൈവത്തെ ആരാധിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് വഴിപാടുകൾ കൊണ്ടുവന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് ശേത്ത് ഹാബേലിനെ കൊലപാതകം നടന്നു. അതിനുശേഷം ശേത്തിൻ്റെ സന്താന പരമ്പരകളായിട്ട് വന്ന് ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കും. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ആ വലിയ ഭൗമി അനുഗ്രഹങ്ങൾ ഒക്കെ നൽകി. എന്നാൽ അതിൻ്റെ ശേഷം പറഞ്ഞത്, നിന്നിലൂടെ അഥവാ നിൻ്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് ഗലാത്യലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്, അത് യേശു ക്രിസ്തു എന്ന ഏകനെ കുറിച്ചാണ് എന്ന്. ഇസ്ഹാക്ക് അവിടെ ജനിക്കുന്നുണ്ട്. ഇസ്ഹാക്കിൻ്റെ സന്താന പരമ്പരകൾ പോകുന്നു. പിന്നീട് ആ വാഗ്ദത്തങ്ങൾ ദാവീദ് രാജാവിനോട് ആവർത്തിക്കുന്നു. പിന്നീട് അതിങ്ങനെ പോയി പുതിയ നിയമം ആരംഭിക്കുമ്പോൾ നാം വായിക്കുന്നത്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആ സംഭവത്തിലേക്ക് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയിലേക്കുള്ളതാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം വായിക്കുന്നത്, യോസേഫ് വിവാഹ നിശ്ചയം ചെയ്ത മറിയ ഗർഭിണിയാണ് വിവാഹത്തിന് മുമ്പേ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പേ എന്ന് കണ്ടപ്പോൾ യോസേഫ് നീതിമാനായതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് മറിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെട്ട് അവിടെ പറഞ്ഞ വാചകം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്, നീ അവളെ ചേർത്തുകൊള്ളാൻ പഠിക്കേണ്ട. ആ ജനിക്കാനിരിക്കുന്നവൻ തൻ്റെ ജനത്തിൻ്റെ രക്ഷകനാണ്, അതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വേണം എന്ന് പറഞ്ഞാൽ, മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ ജനനം വരുമ്പോൾ മശിഹ എന്ന നിലയിൽ എന്നതിനേക്കാൾ ഉപരി ലോകരക്ഷിതാവായിട്ട് കൂടെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷത്തിൽ യോസേഫിനോടാണ് സംസാരിച്ചതെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയയോടാണ് സംസാരിക്കുന്നത്. മറിയ കന്യകയാണ്. കന്യകയായ മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്നിലൂടെ ജനിക്കാൻ പോകുന്നത് ലോകരക്ഷകനാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് മശിഹയെക്കുള്ള കാര്യം പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, പുരുഷനറിയാതെ ഞാനിതെങ്ങനെ സംഭവിക്കാൻ പോകുന്നത്, ഞാനെങ്ങനെ? അപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഉത്ഭവിക്കുന്ന ശിശു വിശുദ്ധ പ്രജയായിരിക്കും.
ശ്രദ്ധിക്കുക, സാധാരണ ഒരു കുഞ്ഞല്ല യേശു, വിശുദ്ധ പ്രജ. മറ്റെല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ വിശുദ്ധ പ്രജ. അപ്പോൾ ഈ ഒന്നാമത്തെ മാതാപിതാക്കളോട് പറഞ്ഞ ആ വാഗ്ദത്തം തലമുറകളിൽ കൂടെ വന്ന് യേശുവിലേക്ക് വന്നു ചേരുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മത്തായി സുവിശേഷത്തെക്കുറിച്ച് ഞാൻ കോവിഡിൻ്റെ അവസാന സമയത്ത് ക്ലാസ് എടുക്കുക, അന്ന് വളരെ കുറച്ച് പേരെ കടന്നു വരാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടെ, ഞാൻ ഒന്നും കൂടെ പറയാം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്നില്ല, വാഗ്ദത്ത സന്തതി വരുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് പോലും ഈ കാര്യം വിസ്മൃതമായ ഒരു സമയത്താണ് യേശു കർത്താവ് ജനിക്കുന്നതോ ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിൽ, സാധാരണക്കാരനായ ഒരു ഭവനത്തിൽ. മറിയയുടെ യോസേഫിൻ്റെയും ഭവനം എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയാണ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ കുടുംബമാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടെ അവർ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ തികച്ചും വിസ്മയകരമായ രീതിയിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് യേശുവിൻ്റെ ജനനം നടക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചോളം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് പ്രധാന വിഷയം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നുള്ള വിഷയമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ചില ന്യായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖനമൊക്കെ ഇവിടെ വിശദമായി നാം പഠിച്ചതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അത് ഇങ്ങനെയാണ്, 25-ഉം 26-ഉം വാക്യം. ഇവിടെ എബ്രായ ലേഖന കാര്യം ചിത്രീകരിക്കാൻ നോക്കുക. മോശ എടുത്ത തീരുമാനം, അഥവാ തൻ്റെ മിസ്രൈമിലെ ഫറവോൻ്റെ പുത്രി, അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ്, ദത്തുപുത്രനായിട്ട് രാജ്യാവകാശിയായി വാഴാൻ പോകുന്ന മോശ 40 വയസ്സായപ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് താൻ മുഖാന്തരം അവർക്ക് രക്ഷ ഒരുക്കുമെന്നുള്ള മോശയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ സംശയം ആൾക്കാരുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തെഫാനോസിൻ്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായത്തിലുണ്ട്. അതിലൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഇവിടെ ശ്രദ്ധിക്കുക, മിസ്രൈമിനെയും ഇസ്രായേൽക്കാരനും കൂടി വഴക്കുണ്ടായി മിസ്രൈമിനെ അടിച്ചു കൊന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് 2 ഇസ്രായേൽ പുരുഷന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവരെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത്, നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കി, നീ ആരാ ഇതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനെന്ന് ചോദിച്ചപ്പോൾ അവന് കാര്യം മനസ്സിലായി. നീ ഇന്നലെ ഇസ്രായേലിനെ അടിച്ചു കൊന്നപോലെ എന്നെയും കൊല്ലാൻ വരികയാണോ എന്നുള്ള പ്രതികരണം കണ്ടപ്പോഴേ മോശ ഭയപ്പെട്ടു പോയി. ഫറവോനത് കേട്ടപ്പോൾ അവനെ കൊല്ലാൻ അവൻ ആഗ്രഹിച്ചതായിട്ട് വാക്യം. ഇവിടെ സ്തെഫാനോസ് പറയുന്ന വാചകം ശ്രദ്ധിച്ചോ, 25-ാം വാക്യത്തിൽ, താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. എന്നിട്ടാണ് അതിൻ്റെ അർത്ഥം. ഇത് എബ്രായ ലേഖനക്കാരൻ പറയുന്ന കാര്യം കൂടി ഘടിപ്പിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ മിസ്രൈമിലെ ധനത്തെയും ഫറവോൻ്റെ പുത്രി എന്നുള്ളതായ വലിയ സ്ഥാനത്തെയൊക്കെ വേണ്ട എന്ന് വെച്ച് കഷ്ടമനുഭവിച്ച് ഈ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് തീരുമാനിച്ചത് ക്രിസ്തുവിൻ്റെ നിന്ദയാണെന്നാണ് ഇബ്രായ ലേഖനകാരൻ സമർത്ഥിക്കും.
എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം? മോശ എടുത്ത അതേ തീരുമാനം ക്രിസ്തു എടുത്ത തീരുമാനത്തിന് സമമാണ് എന്നാണ് ഈ പറഞ്ഞ അർത്ഥം. എന്താണ് സാദൃശ്യം? ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കൊണ്ട് യേശു ക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുടഞ്ഞൊന്നും വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടിരുന്നവൻ, എല്ലാ അധികാരമുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യനവൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് തീർന്നു എന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിക്കാൻ അത്രത്തോളം താഴ്ന്നു വന്നപ്പോൾ അത് ക്രിസ്തു അനുഭവിച്ച അതേ നിലവാരത്തിലുള്ള നിന്നയാണ് മോശയുടെ നിലവാരം. അല്ലെങ്കിൽ മോശ അനുഭവിച്ചത് അതുതന്നെയാണ്. തനിക്കുള്ള പദവികളും അധികാരങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാനായിട്ട് താല്പര്യം. എന്നാൽ മോശയും ഇവിടെ അപ്പോൾ ക്രിസ്തുവിനെ നിന്ന എന്നാണ് പറയുന്നത്. ഒരു വാക്ക് കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. 1 പത്രോസ് 1-ാം അധ്യായം, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-ാമത്തെ വാക്യം, അതിൽ 10ഉം 11ഉം വായിച്ചു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം എങ്ങനെയുള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു എന്നവർക്ക് വെളിപ്പെട്ടു. ശ്രദ്ധിക്കുക, അവിടെ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്ക് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു പല പ്രവചനങ്ങൾ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങളൊക്കെ കാണാം. എന്നാൽ ആ പ്രവചനങ്ങളിലൊക്കെ കേന്ദ്ര വിഷയം ഇവിടെ വായിക്കുന്നത് എന്താ? അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് എന്ന് പറഞ്ഞാൽ മശിഹായെക്കുറിച്ചുള്ളതായ പ്രവചനങ്ങളാണ് പഴയ നിയമ പ്രവചനങ്ങളുടെ മുഖ്യ വിഷയം. ഇന്ന് കാലത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഇടയിലുള്ള പ്രവചന പഠിതാക്കൾ വളരെ ആവേശപൂർവ്വം അതൊക്കെ എടുത്ത് വ്യാഖ്യാനിച്ച് ആ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നതും വിശദീകരിക്കുന്നതൊക്കെയാണ്. അത് കേൾക്കുന്ന ആളുകളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് കേൾക്കാറ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, വളരെ മനോഹരമായി. എന്നാൽ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പഴയ നിയമ പ്രവചനങ്ങളൊക്കെ തന്നെ യേശു ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും മഹിമയെയും കുറിച്ചുള്ളതാണ് അവർ പ്രവചിച്ച വിഷയങ്ങൾ. കേന്ദ്ര വിഷയം ഇസ്രായേലിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ സംഭവിക്കും. എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരേണ്ടത് പത്രോസ് അവിടെ പറയുകയാണ്, അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് അഥവാ മശിഹയെ ചുറ്റിപ്പറ്റിയുള്ള പ്രവചനങ്ങൾക്കാണ് പ്രാമുഖ്യം അവർ കൊടുത്തത്. യെശയ്യാവിൻ്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ, സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിയാൽ, മറ്റ് യിരെമ്യാവിൻ്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ, യെഹെസ്കേലിൻ്റെ പ്രവചനം, ദാനിയേലിൻ്റെ പ്രവചനം, ഇങ്ങനെ പല പ്രവചനങ്ങളും വായിച്ചു നോക്കിയാൽ മശിഹയെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയും. കൂട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഉദ്ധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് കാണാം. യേശു കർത്താവ് തന്നെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന രണ്ട് വാചകങ്ങൾ. എമ്മോസിലേക്ക് യെരുശലേമിൽ നിന്ന് അവരെ എമ്മോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. എന്നാൽ കർത്താവ് ആണെന്ന്, യേശു ആണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. 7 നാഴിക ദൂരം എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ അത് 11 കിലോമീറ്ററാണ് ഈ ദൂരം. ഈ 11 കിലോമീറ്റർ കാൽനടയായിട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ അവരെ സംഭാഷണ വിഷയം യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് അതിന് കർത്താവ് അവരോട് പറഞ്ഞ വാചകമാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യം. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കളിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവചനങ്ങളിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ 11 കിലോമീറ്റർ കാൽനടയായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ
കുറഞ്ഞത് 2-3 മണിക്കൂർ, 2 മണിക്കൂറിൽ കൂടുതൽ വേണം. എത്ര പതുക്കെ നടക്കാൻ, ഇപ്പോൾ സ്പീഡിൽ നടന്നാലും രാത്രിയാണല്ലോ നടക്കുന്നത്. അപ്പം നടക്കുമ്പോഴേ ഞാൻ വിചാരിക്കുമ്പോൾ 2-3 മണിക്കൂറോളം യാത്രയും. ആ കർത്താവേ യേശു ക്രിസ്തു എടുത്ത ബൈബിൾ ക്ലാസ് ഇവിടെ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. ആ കിട്ടിയിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. കാരണം എന്താ, പഴയ നിയമത്തിലെ മശീഹയെക്കുറിച്ചുള്ള ഇന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് മനോഹരമായ ഒരു ചിത്രം ലഭിക്കുമായി. ഇവിടെ അതൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ വളരെ ചുരുക്കമായിട്ട് എഴുതിയിട്ടുള്ള പറഞ്ഞ് ശ്രദ്ധിക്കുക. അയ്യോ ബുദ്ധിഹീനരെ എന്ന് പറഞ്ഞിട്ട് പറയണം, നിങ്ങളിങ്ങനെ മന്ദബുദ്ധികളായി തീർന്നു. ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതാണ്. മോശ തുടങ്ങി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മോശയാണ് ഉൽപ്പത്തി മുതൽ ആവർത്തന ദിവസം വരെയുള്ള 5 പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പോൾ തിരുവെഴുത്ത് ആദ്യം മുതൽ അവസാനം വരെ അന്ന് ലഭ്യമായിട്ടുള്ള പഴയ നിയമ തിരുവെഴുത്തുകൾ എല്ലാത്തിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് എടുത്ത് വിവരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ളതായ പ്രതിപാദ്യ വിഷയമാണ് പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം തന്നെ ഉള്ളത് എന്നാണ് കർത്താവ് അവിടെ സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിചാരിക്കുകയാണ്, ആ ശിഷ്യന്മാർ എത്ര ഭാഗ്യവാന്മാരാണ്. ഇത്രയും മനോഹരമായി പഴയ നിയമം മുഴുവൻ അരിച്ചു പെറുക്കി യേശു ക്രിസ്തുവിനെക്കുറിച്ച് കാര്യങ്ങൾ അവിടെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെ ഉത്തേജിപ്പിച്ച്, അതിനുശേഷം അവർ പറഞ്ഞ പ്രതികരണം നമുക്കറിയാം. അവൻ 32-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ വഴി നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്നെ നേരിട്ട് ബൈബിൾ ക്ലാസ് നടത്തുകയാണ്. നടന്നുകൊണ്ടാണ് ആ ക്ലാസ്. 2 മണിക്കൂർ കുറഞ്ഞ പക്ഷം പഴയ നിയമം മുഴുവൻ ചകഞ്ഞ് യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ശിഷ്യന്മാർ ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നെ അങ്ങോട്ട് എല്ലാ പുസ്തകങ്ങളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് വിവരിച്ചു കൊടുക്കുകയാണ്. അഥവാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് പഴയ നിയമത്തിൽ പ്രാമുഖ്യമുള്ളത്. ആ പ്രാമുഖ്യമുള്ള വിഷയം പലപ്പോഴും വിസ്മരിച്ചിട്ട് നാം മറ്റു പലതൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ വായിച്ചാലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് വളരെയധികം പ്രവചനങ്ങളും അല്ലെങ്കിൽ മശീഹ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പല സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. വളരെ വേഗത്തിലൊന്നും ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വിഷയം ഒരു വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് വളരെ പതുക്കെ ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. മോശയുടെ തിരഞ്ഞെടുപ്പും ക്രിസ്തുവിൻ്റെ നിന്നയാണ് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു കർത്താവ് തന്നെ 12 വയസ്സുള്ളപ്പോൾ ദൈവാലയത്തിലേക്ക് അമ്മയപ്പന്മാരുടെ കൂടെ പെരുന്നാളിന് പോയ ശേഷം അമ്മയപ്പന്മാർ തിരിച്ചു പോയി കൂട്ടത്തിലുണ്ടായിരിക്കുന്ന വെച്ചാൽ ഒരു ദിവസം വഴി എന്നപ്പോഴാണ് യേശുവിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു സന്ധ്യ ആയപ്പോഴായിരിക്കും അന്വേഷിച്ചത്. കാണാനായിട്ട് തിരിഞ്ഞ് 2 ദിവസം അന്വേഷിച്ച് വന്നപ്പോഴാണ് ദേവാലയത്തിൽ ഇരുന്ന് 12 വയസ്സായ ബാലൻ അവിടെയുള്ള വേദപണ്ഡിതന്മാരുമായി സംഭാഷിക്കുകയും തർക്കിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വയ്ക്കുകയും അവർ വളരെ അത്ഭുതം കൂറി. ഈ ചെറുക്കൻ ഈ 12 വയസ്സുള്ള എന്തൊക്കെയായി പറയുന്നത്. ലൂക്കോസിന് വിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന് വിശേഷം 2-ാം അധ്യായം അവിടെ 41 മുതലാണ് വാക്യങ്ങൾ അവിടെ വായിക്കേണ്ടത്. 46 മുതൽ 48 വരെ, 49 വരെ. അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശങ്ങളൊക്കെ അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്കു കേട്ടവർക്കെല്ലാവരും അവൻ്റെ വിവേകത്തിൽ ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഈ യോസേഫിനും അറിയാം ഈ യേശു സാധാരണ പൈതലല്ല. മറിയയ്ക്കറിയാം ഇത് ദൈവപുത്രനാണെന്നുള്ളത്. ഇതൊക്കെ അറിയാവുന്ന വ്യക്തികൾ അതൊക്കെ മറന്നുപോയി കാണും, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യമൊന്നും അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അവിടെ വായിക്കുന്നത് അപ്പനും അമ്മയ്ക്കൊന്നും ഇത് അവർ ഗ്രഹിച്ചില്ല എന്നാണ് നമ്മൾ 50-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചോ. അവൻ അവരോട് എന്നെ തിരഞ്ഞെടുത്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ 12 വയസ്സായ ബാലനായ യേശുവിന് അറിയാമായിരുന്നു തനിക്കൊരു ദൗത്യമുണ്ട്. സാധാരണ മനുഷ്യൻ ജനിച്ച് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് വളർന്നതുപോലെ ജനിച്ച് മുമ്പോട്ട് പോകാനല്ല ഞാൻ ഭൂമിയിലേക്ക് വന്നത്. എന്നെക്കുറിച്ച് പിതാവിനൊരു ഹിതമുണ്ട്. ആ ദൗത്യം നിർവഹിക്കപ്പെടുവാനായിട്ടാണ് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തിനാ ഇത്ര അന്വേഷിച്ച് എന്നെ വിഷമിച്ചത്? എൻ്റെ പിതാവിനുള്ളിൽ, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്, സ്വന്തം പിതാവിനെ, അല്ലാതെ യോസേഫിനെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ശേഷം പിന്നീട് നാം അതിൻ്റെ 51-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വായിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കി പല കുട്ടികളോട് ബന്ധപ്പെട്ടൊക്കെ പ്രസംഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാതാപിതാക്കളൊക്കെ കീഴടങ്ങിയിരിക്കണം, അനുസരിക്കണം. അത് ശരി തന്നെയാണ്, അത് തെറ്റല്ല. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 12 വയസ്സായ ബാലനായ യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഞാൻ ഈ ലോകത്തിൽ വന്നത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ വ്യാപരിക്കാനാണ്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ താൻ ഈ കാര്യത്തിന് വേണ്ടി മുതിരാൻ്റെ ഈ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കാൻ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനത് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴെനിക്ക് മനസ്സിലായി, ഇവിടെയാണ് മോശയും യേശുവും തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. മോശയ്ക്ക് പറ്റിയ അബദ്ധം നമുക്കറിയാം. മോശയ്ക്ക് അറിയാമായിരുന്നു താനാണ് ഈ മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടിവിക്കേണ്ട രക്ഷകൻ. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയും ദൈവഹിതത്തിന് വേണ്ടിയും ദൈവീകമായ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കാതെ താൻ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് സ്തെഫാനോസ് പറയുന്നത് എന്തറിയാമോ? അവൻ സകല ജ്ഞാനവും നിറഞ്ഞ്, അവിടെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും നിറഞ്ഞ് 7-ാം അധ്യായത്തിലെ അതിൻ്റെ 22-ാം വാക്യം. മോശെ ഇസ്രായേലിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു. ഇവിടെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്ന് പറഞ്ഞാൽ ഇനി അവന് സാമർഥ്യമോ യോഗ്യതയോ ലഭിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം എല്ലാം തികഞ്ഞ 40 വയസ്സ്. അന്നത്തെ 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10-20 വയസ്സിൻ്റെ അല്ലെങ്കിൽ 22 വയസ്സിൻ്റെയൊക്കെ യൗവനയുക്തമായ അവസ്ഥയാണ്. അന്നത്തെ ആയുസ്സൊക്കെ കൂടുതലാണല്ലോ. മോശ പോലെ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നത്. അതിന് മുമ്പ് അന്ന് കാലത്ത് അതിലും കൂടുതൽ പ്രായമുള്ളവരാണ്. ഇന്നത്തെ 70-80 ഒന്നുമല്ല അന്നത്തെ പ്രായം. അപ്പോൾ 40 വയസ്സായ മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. തന്നെയല്ല, തനിക്ക് അറിയാമായിരുന്നു താനാണ് മിസ്രൈമിലെ വിടിവിക്കുന്ന രക്ഷകൻ. എന്നാൽ അത് അഭിപ്രായലേഖനക്കാരൻ ക്രിസ്തുവിൽ നിന്ന് വഹിച്ചതാണ് എന്നൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും മോശയ്ക്ക് പറ്റിയ അബദ്ധം, മോശ 40 വയസ്സായപ്പോൾ തനിക്ക് യോഗ്യനായി തീർന്നു. ഇനി ഞാൻ പ്രവർത്തന നിരതനാകണം. എൻ്റേതായ രീതിയിൽ താൻ അഭ്യസിച്ചതായ കായികമായ കഴിവ്, സാമർഥ്യം, ഇവിടെ വായിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാണ്. 40 വയസ്സായപ്പോൾ താൻ അവിടെ നാട് വിട്ടു. 80 വയസ്സായപ്പോഴാണ് ദൈവം തന്നെ വിളിക്കുന്നു. 80 വയസ്സായിട്ട് വിളിക്കുമ്പോൾ മോശ പറയുന്നത് ഞാൻ ചില ഒഴികഴിവുകളുണ്ട്. എന്താ പറയുന്നത്? ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. ഇവിടെ പറയുന്നത് എന്താ? വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. പിന്നീട് വന്ന 40 വർഷക്കാലം തൻ്റെ എല്ലാ കഴിവുകളും ആടുകളെ മേയ്ക്കാൻ മാത്രമായിട്ട് നിന്നപ്പോൾ തൻ്റെ വാക്സാമർത്ഥ്യവും കഴിവും ഒക്കെ നഷ്ടപ്പെട്ടവനായി തീർന്നു.
തനിക്ക് യാതൊരു കഴിവുമില്ല എന്ന് സമ്മതിച്ചപ്പോഴാണ് അവനെ കർത്താവ് ദൈവം അവനെ ആ യോഗ്യനായിട്ട് എണ്ണി ശുശ്രൂഷയ്ക്ക്. എന്നാൽ യേശു കർത്താവിനെ ശ്രദ്ധിക്കുക, യേശു കർത്താവ് ലോകരക്ഷകനാണെന്ന് മാതാവിനും അറിയാം, പിതാവിനും അറിയാം, യേശുവിന് തന്നെ അറിയാം താൻ പിതാവിനുള്ളത് എഴുതിക്കേണ്ടത്. എന്നാൽ 12 വയസ്സായപ്പോഴും ഈ കാര്യം അങ്ങനെ സൂചിപ്പിച്ചെങ്കിലും താൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30 വയസ്സായപ്പോഴാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ പിതാവിൻ്റെ സമയം എപ്പോഴാണോ അതുവരെ ക്ഷമയോടെ കാത്തിരുന്ന വ്യക്തിയാണ്. മോശയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഇവിടെ യേശു കർത്താവിൻ്റെ പ്രത്യേകത 30 വയസ്സ് വരെ താൻ ആ കാര്യം ചെയ്യാൻ തുടങ്ങി. പലരും ന്യായങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത്രയും നാളൊക്കെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്? മനുഷ്യരക്ഷകനായിട്ട് യേശു ജനിച്ചാൽ അങ്ങനെ മരിക്കണം, അങ്ങനെ അടക്കം ചെയ്യാം, ഉയർത്തെഴുന്നേൽക്കണം, കാര്യം കഴിഞ്ഞില്ല. പിന്നെ എന്തിന് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടേണ്ടത്? അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യന് എന്തും ചോദിക്കാമല്ലോ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശുമരണം എന്നുള്ളത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലേ തൻ്റെ ക്രൂശുമരണം നടക്കുകയുള്ളൂ എന്നുള്ളത്. ഇവിടെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം 30 വയസ്സായപ്പോൾ കർത്താവ് സ്നാനമേറ്റപ്പോൾ പിതാവ് എന്താ പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ 30 വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതം, പരസ്യമല്ലാത്ത ജീവിതം തനിക്ക് പൂർണ്ണമായി സംതൃപ്തി ഉള്ളതായി തീർന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് അവതരിപ്പിച്ചു. ഉടനടി സംഭവിച്ച കാര്യം നമുക്കറിയാം. നാം മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചാൽ കാണുന്ന ഒരു വാക്ക് എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതാണ്: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പിശാചിനെ പരീക്ഷിക്കപ്പെടാൻ നിർബന്ധിച്ചു. എന്ന് പറഞ്ഞാൽ പരസ്യരംഗത്ത് പോയി സുവിശേഷം അറിയിക്കാൻ പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം തെളിയിക്കണം. പിശാചിൻ്റെ അടുത്ത് ചെന്ന് അവിടെ അയാൾ പരീക്ഷിക്കപ്പെട്ട് നീ യോഗ്യനാണെന്ന് തെളിയിക്കണം. പിശാചുമായിട്ടുള്ള ആ 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചുകൂടി. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് 3 പരീക്ഷകളാണ്. അങ്ങനെയല്ല. 40 ദിവസവും ഉപവസിച്ച് അപ്പോൾ പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 40 ദിവസമായപ്പോൾ തനിക്ക് വിശന്നു. അപ്പോഴാണ് വന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയത്. അതിൻ്റെ സംക്ഷിപ്തമായിട്ട് വിഷയം എന്ന് പറയുന്നത്, പിശാച് അവൻ്റെ മുന്നിൽ വെച്ചതായ പ്രലോഭനം, ഈ കഷ്ടം അനുഭവിച്ച് ബുദ്ധിമുട്ടി ക്രൂശുമരണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷമമൊന്നും നീ അനുഭവിക്കേണ്ട. ഈ ലോകത്തെ രാജാവായി വാഴിക്കാൻ ഞാൻ മതി. എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഞാൻ നിന്നെ ഈ ലോകത്തെ രാജാവാക്കും. അപ്പോഴാണ് പിശാചിനെ അവിടെ ആട്ടി ഓടിക്കുന്നതും സാത്താനെ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആട്ടി ഓടിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, പിശാചിൻ്റെ രീതികളിൽ കൂടെ ക്രൂശുമരണം അനുഭവിക്കാനോ രാജാവാകാനോ ഭരിക്കാനോ താൻ ആഗ്രഹിച്ചില്ല. പിതാവായ ദൈവത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ആ ഏത് മാർഗം കാണിക്കുന്നുവോ, ഏത് സമയം കാണിക്കുന്നുവോ ആ സമയത്ത് മാത്രമേ താൻ ഈ കാര്യങ്ങൾക്ക് വിധേയനാകൂ എന്നുള്ള തീർച്ചപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. നമുക്കറിയാം, പുതിയ നിയമം പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് പല സമയത്തും ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും. പല സമയത്തും കർത്താവിനെ പിടിക്കാനായിട്ട് അന്നത്തെ പരീക്ഷന്മാർ ശ്രമിച്ചപ്പോൾ അവർ സമയം വന്നിട്ടില്ലായതുകൊണ്ടോ അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് കർത്താവിനറിയാം താൻ ക്രൂശുമരണം അനുഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. എന്നാൽ അതിന് തന്നെയും പിതാവായ ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള മരണത്തിലേക്ക് മാത്രമേ താൻ പോകാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരിക്കൽ പോലും യേശു കർത്താവിൻ്റെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിതിൽ പറയാൻ കാരണം, മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം
എല്ലാ സുവിശേഷങ്ങളിലും പറയപ്പെടുന്ന വാക്കാണെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് ചില വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം. മർക്കോസ് സുവിശേഷം 8-ാമത്തെ അവിടെ തൻ്റെ അതിൻ്റെ 29-30 വാക്യം. അവനവനോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചത്, നീ ക്രിസ്തുവാകുമെന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പത്രോസിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം വായിച്ചാൽ പത്രോസിനോട് ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞത് അവൻ്റെ സഹോദരനായ അന്ത്രയാസാണ്. അന്ത്രയാസ് എന്ന് പറഞ്ഞു, ഞങ്ങൾ മശിഹയെ എന്ന ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടാണ് ഈ പത്രോസും കൂട്ടരും ശിഷ്യന്മാരായത്. ഇപ്പോൾ അത് ആവർത്തിച്ച് പറയുകയാണ്, നീ ക്രിസ്തുവാണ്, നീ മശിഹയാണ്. അപ്പോൾ അവിടെ പറയുന്ന വാചകം എന്താ? തന്നെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ താൻ മശിഹയാണ്, താൻ ക്രിസ്തുവാണെന്നുള്ളത് ആരോടും പറയണ്ട. അതെന്താ പറഞ്ഞത്? യഹൂദജനത്തിൻ്റെ മുമ്പിൽ അന്ന് കാലത്ത് മശിഹയെക്കുറിച്ചുള്ള സങ്കല്പം ഒരു രാജാവായി, അധികാരിയായി, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവർ സ്വതന്ത്രരായി ദൈവിക രാജ്യം സ്ഥാപിച്ച് അവരങ്ങനെ വാഴുന്ന ഒരു സമൂഹമായി മാറും എന്നാണ് അവർ ചിന്തിച്ചത്. അതെങ്ങനെ മനസ്സിലാക്കാം? യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അതിന് മുൻപ് ഉണ്ടായിരുന്നത് സംഭവം, അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അവിടെയൊക്കെ വളരെ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, ഇവൻ തന്നെയാണ് ലോകത്തേക്ക് വരാനുള്ള പ്രവാചകൻ. അപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി ഇത് മശീഹയാണ്, അല്ലെങ്കിൽ വലിയ പ്രവാചകനാണ്. ഇനി എന്ത് ചെയ്യണം? ഇവനെ പിടിച്ച് രാജാവാക്കണം, ഈ റോമൻ അധികാരത്തെ തട്ടിമറിക്കണം, നമുക്ക് രാജാവായിട്ട് യേശുവിനെ വാഴിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശു അവരെ വേഗം അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ദൈവഹിതമാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ സ്വീകരിക്കും. ഇവിടെ തൻ്റെ ലക്ഷ്യം, പിതാവിൻ്റെ ഹിതം എന്ന് പറയുന്നത് ക്രൂശുമരണം അനുഭവിച്ച് പാപപരിഹാര ബലിയായി തീർന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വേണം ഇത് സംഭവിക്കാൻ എന്നാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ഇതാരോടും പറയരുത് എന്ന് താൻ നിഷ്കർഷിച്ചു. എന്നാൽ അടുത്ത വാചകം ശ്രദ്ധിക്കുക, 31, 32 വാക്യം, 33 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31, 32, 33 വാക്യം വായിക്കാം. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവനെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ പേരിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവന് തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മർക്കോസ് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. എന്നാൽ അതിൻ്റെ പ്രത്യേകത, ആ ക്രൂശീകരണത്തിൽ എന്തൊക്കെ അതോട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് ഇവിടെ കഥാവ് പറയുകയാണ്. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? മനുഷ്യപുത്രൻ പലതും സഹിക്കും. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും അവനെ തള്ളിക്കളയും, കൊല്ലും. 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ സംഭവം ഒന്ന് വിശദീകരിച്ചിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കടന്നില്ല. ഇത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോഴേ പത്രോസ് അവരെ ശാസിച്ചു, കർത്താവെ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന്. അപ്പോഴാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, എന്താ? സാത്താനെ എന്നെ വിട്ടുപോ,
നമുക്കറിയാം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇതേ വാക്ക് തന്നെയാണ് പിശാചിനോട് പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോ. ഇവിടെ പത്രോസിനോട് പറയുന്നത് എന്താ? സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പത്രോസ് സാത്താനായിട്ട് മാറിയതല്ല. അവിടെ വായിക്കുന്നുണ്ട്, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ അവിടെ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക്, ദൈവികമായ സമയത്തിന്, ദൈവികമായ പദ്ധതികൾക്കും അതിൻ്റേതായ രീതിയിൽ വിധേയപ്പെടുക എന്നുള്ളതാണ് പുത്രൻ്റേതായ ചുമതല. എന്നാൽ പത്രോസിന് മനസ്സിലായത്, തങ്ങളുടെ ഗുരു കൊല്ലപ്പെടാൻ പോവുകയാണെങ്കിൽ പിന്നെ മശിഹ രാജ്യം എങ്ങനെ സ്ഥാപിക്കും? അതുകൊണ്ട് ഇവൻ കൊല്ലപ്പെടരുത്. എന്നാൽ ശ്രദ്ധിക്കണം, അവിടെ യേശു കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് മനുഷ്യപുത്രൻ. എന്താ ഈ മനുഷ്യപുത്രൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കും? സാധാരണ അർത്ഥം മനുഷ്യൻ എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ മനുഷ്യനായിട്ട് ജനിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. ശരീരമുള്ളവൻ, പ്രാണനുള്ളവൻ, ആത്മാവുള്ളവൻ. എന്നാൽ ദൈവം കൂടെ ആയതുകൊണ്ട് ദൈവമാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ ഇപ്പോൾ അവൻ മനുഷ്യപുത്രനാണ്. എന്നാൽ ഇവിടെ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വേറൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചോളം ഈ മനുഷ്യപുത്രൻ എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥം. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം, അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. മനുഷ്യപുത്രനോട് സദൃശനായവരുടെ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവനാധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകും. ഒരു യഹൂദനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ തിരുവഴുത്തിൽ, പഴയ നിയമ തിരുവഴുത്ത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യപുത്രൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ യേശു കർത്താവ് മശിഹ അവിടെ അധികാരം പ്രാപിച്ച്, ഇവിടെ വായിക്കുന്നത് മനുഷ്യപുത്രനോട് സദൃശ്യൻ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ എന്ന് പറഞ്ഞാൽ പുരാതനായവൻ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുക്കൽ വന്നു. അവൻ്റെ മുമ്പിൽ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതാണ്. ഇതുവാ മശിഹ രാജാവായി വാഴുന്ന രംഗത്തെയാണ് ഇവിടെ മനുഷ്യപുത്രൻ വാക്ക്. ഇത് തന്നെയാണോ സൂചിപ്പിച്ചതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ മഹാപുരോഹിതൻ കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അതിൻ്റെ 63-ഉം 64-ഉം വാക്യങ്ങളാണ്. ഞാനത് 64-ാമത്തെ വാക്യം മാത്രം വായിച്ചാണ്. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റെന്ന് ജനത്തോട് പറയുക. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63-ഉം 64-ഉം വാക്യങ്ങൾ. യേശുവോടുണ്ടായിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറകെന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. മഹാപുരോഹിതൻ ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണോ, നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഞാനതെ എന്ന് പറഞ്ഞാൽ പോലെ അവിടെ പറയുന്നത് ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മഹാപുരോഹിതനായ വ്യക്തിക്ക് പഴയ നിയമം നന്നായിട്ടറിയാം. ആ വ്യക്തിയോട് പറയാണ്, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വന്ന് ആധിപത്യം എടുക്കുന്ന കാര്യം ഈ മഹാപുരോഹിതന് അറിയാം. അതുകൊണ്ട്
ആ മഹാപുരോഹിതൻ്റെ മുമ്പിൽ യേശു കർത്താവ് സ്ഥാപിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തു തന്നെയാണ്, ഞാൻ ആ പ്രവചനത്തിൽ പറയപ്പെടുന്ന മനുഷ്യപുത്രൻ ഞാൻ തന്നെയാണ്, ഇത് നീ മനസ്സിലാക്കുക എന്നാണ്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അവിടെ തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് താൻ മനുഷ്യപുത്രനാണ് ദാനിയേൽ പ്രവചനത്തിലെ എങ്കിൽ കൂടെ ഞാൻ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്ന കഷ്ടം അനുഭവിക്കുന്ന മശിഹയും കൂടെയാണ്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ യേശു തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനി മർക്കോസിന് ശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 9-ാം അധ്യായത്തിലും ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യം. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അത് ആരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവർ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവനോട് ചോദിക്കാനോ ഭയപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമതും മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ ഭാഗം പറയും. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ വെച്ച് ആദ്യമായിട്ട് എഴുതപ്പെട്ട സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയാണ് മത്തായിയും ലൂക്കോസും സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം മാത്രമാണ് അല്പം വ്യത്യസ്തമായ രീതിയിലുള്ളത് എന്ന് കാണാം. ഈ 3 സുവിശേഷങ്ങളെയും സമാന സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. പ്രത്യേകിച്ച് ഇവിടെയും ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യപുത്രനാണ്, അധികാരമുള്ള വ്യക്തിയാണ്. പക്ഷേ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലും മറ്റ് പ്രവചനങ്ങളിലും പറയപ്പെടുന്ന സങ്കീർത്തനം 22-ാം സങ്കീർത്തനത്തിലെ 22-ാം സംഗീതത്തിൽ പറയപ്പെടുന്ന ആ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യപുത്രനും കൂടിയാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് അവർക്ക് മനസ്സിലായില്ല. അവിടെ വായിക്കുന്നത് ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവനോട് ചോദിപ്പാൻ ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഇതൊന്ന് വിശദീകരിച്ച് ഏതെന്ന് ചോദിക്കാനൊക്കെ അവർ ഭയം കൊണ്ട് മനസ്സിലായില്ല, അവർ ചോദിച്ചില്ല എന്നാണ് വായിക്കുന്നത്. എന്താ നമുക്കറിയാം, ശിഷ്യന്മാരൊക്കെ ഇവിടെ കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞപ്പോഴേ അപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നില്ല, പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശ് മരണത്തിന് മുമ്പായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും, അവൻ വന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് പറയാൻ കാരണം ഈ ശിഷ്യന്മാർ അത്രമാത്രം അവരുടേതായ ചിന്താഗതികൾ, അവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ഭാവിയിൽ ഇസ്രായേലിൻ്റെ രാജാവുമായി കർത്താവ് വാഴുമ്പോൾ അവനോടുകൂടെ അധികാരം എടുത്ത് വാഴാനുള്ള വ്യക്തികളാണ് എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ ഈ ഗുരു അല്ലെങ്കിൽ അവരുടേതായ ആ അനുഗമിക്കുന്നതായ റബ്ബി ക്രൂശുമരണം അനുഭവിക്കുകയോ മരിക്കുകയോ. എന്നാൽ ഈ 3 സമയങ്ങളിലും കർത്താവ് പറഞ്ഞത് ഞാൻ 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. 10-ാം അധ്യായത്തിലേക്ക് കൂടി കടന്നു വരാം. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യം. അവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ സ്മരിച്ചു, അനുഗമിക്കുന്നവരെ ഭയപ്പെട്ടു. അവൻ പിന്നെയും പന്തിവരെ കൂട്ടിക്കൊണ്ടവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. അവരുടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്. 32-ാം വാക്യത്തിൽ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യേശു അവർക്ക് മുമ്പായി നടന്നു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ താൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോഴേ യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. എന്തായി കാണുന്നത്? കർത്താവിന് മറ്റ് യാതൊരു ചിന്തയുമില്ല. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യാൻ വളരെ തിരക്കിട്ട് പോവുകയാണ്. കാരണം ക്രൂശീകരണത്തിലേക്ക് വേണ്ടി താൻ പോവുകയാണ്. അത് തൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്.
തിരിഞ്ഞ് പുരുഷാരം കൂടെയുണ്ട്. അവരൊക്കെ ഇവിടെ പറയുന്നത് അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അനുഗമിക്കുന്നവർ ശിഷ്യന്മാർ മാത്രമല്ല, ഈ 12 പേര് മാത്രമല്ല, മറ്റു ആളുകളുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാർ ഈ 12 പറയുകയാണ്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. എന്തിനായും തിരക്ക് പിടിച്ച് പോകുന്നത് എന്നറിയാമോ? എനിക്ക് വേണ്ടി അവിടെ ക്രൂശ് കാത്തിരിക്കുകയാണ്. അവിടെ അവർ അവനെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക, അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മതത്തിൻ്റെ കോടതി അവന് വിസ്തരിച്ച് അവൻ ശിക്ഷായോഗ്യനാണ്, മരണയോഗ്യനാണെന്ന് വിധിച്ച് പിന്നീട് പീലാത്തോസിനെ ഏൽപ്പിക്കും. അതാണ് ജാതികൾക്ക് ഏൽപ്പിക്കുന്നത്. പിന്നീട് പറയുന്നത് അവർ അവനെ പരിഹസിക്കും, തുപ്പും, തല്ലും, കൊല്ലും. ഇതൊക്കെ നാം സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അവർ അവനെ പിടിച്ച് കൈകെട്ടി, കണ്ണുകെട്ടി, തല്ലി, തുപ്പി, അവൻ്റെ മുഖത്തെ രോമം പിടിച്ച് മറച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന കർത്താവ് ഇവരോട് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനോട് ചേർത്ത് ഈ 3 സന്ദർഭങ്ങൾ പറയുന്നത്, 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും ചെയ്യുമെന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ള ഒക്കെയും പറഞ്ഞു തുടങ്ങി. അപ്പോൾ യേശു കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ മനുഷ്യാവതാരം എന്ന് പറഞ്ഞത് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കടലിന്മേൽ നടന്നു, അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു. ഇതൊന്നുമല്ല പ്രാധാന്യം. യേശു കർത്താവ് യെരുശലേമിൽ പോയി അവിടെ ക്രൂശ് മരണം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം. അതാണ് ഇവിടെ കർത്താവ് മുന്നിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിച്ചത് ഇത്രയാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എഴുതപ്പെട്ടത്. ഇവിടെ ഇതാ യേശു കർത്താവ് വന്നപ്പോൾ തൻ്റെ ജീവിതം അവിടെ ക്രൂശ് മരണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ തക്ക സമയത്തിന് വേണ്ടി പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു ഇത്. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഈ തൽക്കാലിക ചിന്ത അവസാനിപ്പിക്കാം. ഇതിൻ്റെ തുടർന്നുള്ള ചിന്തകൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഒന്ന് വായിക്കാം. 1-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1-ാം വാക്യം. മതി. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ നാം ഗെത്സമനെ തോട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അതിനുശേഷം പിടിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ വാചകം, പിതാവേ, നാഴിക വന്നു, ഞാൻ ഇതുവരെ കാത്തിരുന്ന സമയം സമാഗതമായി. ഏതൊരു കാര്യത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു, ഇതാ അതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. പിതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് താൻ പറയുകയാണ്, നീ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. ഈ ശിഷ്യന്മാർ, ഈ ജനത്തിനെ ഞാൻ ദൈവവചനം പങ്കുവച്ചു, അവരെ കാത്തുകൊണ്ടു. നാശയോഗ്യനായ ആ ഒരുത്തൻ മാത്രമേ വഴിതെറ്റിപ്പോയുള്ളൂ, ബാക്കി എല്ലാവരെയും ഞാൻ കാത്തുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് പറയണം, നാഴിക വന്നു. ഏത് നാഴിക? കാൽവരി ക്രൂശിൽ മരിക്കാനുള്ള നാഴിക വന്നു. അഥവാ തൻ്റെ ജീവിത ലക്ഷ്യം ഇവിടെ ഇപ്പോൾ സമാഗതമായി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഈ സുവിശേഷങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോഴേ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് കർത്താവ് കൊടുത്തിട്ടുള്ള പ്രാധാന്യം എത്രയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവം എന്ന് വെച്ചാൽ അതിൻ്റെ തുടർന്നുള്ള ചിന്തകൾ അടുത്ത ആഴ്ച നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നതാണ്.